ഇത് സത്യമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമില്ല, സത്യവേദം. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം വേറെ വേദങ്ങളുണ്ട്. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണം, അങ്ങനെയൊക്കെ ആ പ്രയോഗ ശൈലികള്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ വേദത്തിന്റെ പ്രത്യേകത ഇത് സത്യവേദമാണ്. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാൽ ഇതിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരികയല്ല. ഇതിന്റെ ഒറിജിനല് സ്വർഗത്തിലായിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ചേർത്ത് പറയുക, ഇത് വെച്ചാൽ ഇതിനെ നിങ്ങൾ ന്യായം പഠിക്കുന്നത്. ഇതിനൊരു മാറ്റവുമില്ല. ദൈവത്തിന്റെ മഹത്വം. അതെ, ഈ സത്യവേദ പുസ്തകം നമ്മുടെ കൈ കിട്ടിയത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം. അതിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ 21 ലേഖനങ്ങൾ. മൊത്തം പുതിയ നിയമത്തിൽ എത്രയാ? പെണ്ണുങ്ങൾ പുറകിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക. അത് നിങ്ങൾ പുറകിരുന്ന നിങ്ങളെ സഹായിക്കുന്നു. ഇരിക്കട്ടെ. അപ്പൊ പുതിയ നിയമത്തിലെ മോൻ ദൈവത്തോടത്തെ ഭാഷ ഇന്ന് എന്നോടൊരു ചോദ്യവും ഇന്ന് നിന്നോടൊന്നും ചോദിക്കുക. ആണോ? 27 പുസ്തകമാണ് പുതിയ നിയമത്തിൽ. ആ 27 പുസ്തകം എത്ര പേര് ചേർന്ന് എഴുതിയതാണ്? നിങ്ങൾ അറിയണ്ട. എത്ര പേര് ചേർന്നാണ് എഴുതിയത്? അഞ്ചാണെന്ന് എന്നോട് ചോദിക്കുകയാണ്, ഞാനല്ലേ ചോദിച്ചത്. അമ്മ ഗ്ലാഡീസ്, അമ്മ ഇന്നലെ അങ്ങനെയല്ലേ പേര് പറഞ്ഞത്? ആ, ഗ്ലാഡീസ് ആൻഡ് പാർട്ടി, അങ്ങനെ പറയാം. എത്ര പേര് കൂടി ആ പുതിയ നിയമത്തിലെ പുസ്തകം 27 എഴുതിയത്? എന്റെ ഭാഷ ആരാണ്ടെല്ലാം കയറി എഴുതി. ഇങ്ങനെ വെച്ചാൽ ഞാൻ കലാമണ്ഡലത്തിന് വന്നതല്ല. ഇങ്ങനെ വെച്ചാൽ വളരെ പറഞ്ഞു. ആ 8 പേരിരുന്നോ ദൈവം അനുഭവിക്കുക. പേരെന്തുവാ? സാനില്. ദൈവം കൊണ്ടുവന്നതാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഇവിടെ ഇവരൊക്കെ ആൻസർ പറഞ്ഞു. ദൈവദാസന്മാരോട് ചോദിക്കത്തില്ല. അപ്പോൾ 8 പേര് ചെയ്തതാണ് പുതിയ ഗ്ലാഡീസം എഴുതിയെടുക്കുന്നുണ്ട്. നന്നായി. അപ്പൊ 8 പേര് ചേർന്നാണ് പുതിയ നിയമത്തിലെ ഈ പുസ്തകം 27 പുസ്തകം എഴുതിയത്. അതിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 പേര് അപ്പോസ്തലന്മാര് ആരെന്ന് ചോദിച്ചാൽ മത്തായി, പിന്നെ യോഹന്നാൻ, പിന്നെ പത്രോസ്, പിന്നെ പൗലോസ്. ഇവർ 4 പേര് അപ്പോസ്തലന്മാർ. 2 പേര് അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരാണ്. അത് ലൂക്കോസും മർക്കോസും. പത്രോസിന്റെയും പൗലോസിന്റെയും സഹചാരികളായി ശുശ്രൂഷയ്ക്ക് സഹായം ചെയ്തവർ. 2 പേര് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാണ്. അത് യൂദയും യാക്കോബും. ഇങ്ങനെ 8 പേര് ചേർന്ന് എഴുതിയ ഈ പുസ്തകമാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം. ആ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകം: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇന്നലെ മുഖവരിയായിട്ട് പറഞ്ഞല്ലോ സുവിശേഷം. അത് മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, ബഹളവും പ്രാണവും ഉണ്ടാക്കുകയല്ല, ആളെ കൂട്ടി ഓണം ഓണം ഉണ്ടാക്കുകയല്ല. ഒരു സഭയിക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തും ഇപ്പോഴത്തെ സഭയിലോട്ട് ചായച്ചു കൊണ്ടുവരുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. പൗലോസ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊടുത്തി. അതാകുന്നു നമ്മുടെ സുവിശേഷം. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എനിക്കും വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എനിക്കും വേണ്ടി യേശു യാഗമായി. നിന്ദകളും അടികളും ദുഷികളും ശ്രമിച്ച് നിന്നീതനായവൻ കടന്നു പോയി.
വേണ്ടി യേശു യാഗമായി സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു. എനിക്ക് വേണ്ടി യേശു യാഗമായി. അപ്പോൾ സ്വർഗമഹിമകൾ വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു. ഫിലിപ്പിയ ലേഖനത്തിന്റെ മാറ്റം എല്ലാവർക്കും മനഃപാഠമാ. ദൈവരൂപത്തിലിരിക്കുന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോട് ക്രൂശിന്റെ മരണത്തോട് അനുസരണമുള്ളവരായിരിക്കുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ 4 വിശേഷതയാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, പിന്നീട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സുവിശേഷത്താൽ കടന്നു വന്ന അപ്പോസ്തലന്മാരെ കൊണ്ട് ദൈവം തമ്പുരാൻ ചെയ്യിച്ച പ്രവൃത്തികൾ, അതാണ് അപ്പോസ്തല പ്രവൃത്തി. പിന്നെ ബൈബിൾ സ്കൂളിലും പഠിക്കുവാനും ഒക്കെ ആയിട്ട് വേറൊരു പ്രയോഗം പറയും, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ പുസ്തകം. അതെ, അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളാൽ നിരവധി സഭകൾ ഉടലെടുത്തു. ആ സഭയെല്ലാം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതെ ആ വരവിൽ ചേർത്ത് കൊള്ളപ്പെടണം. അതിന് മാറ്റം, കറ, ചുടുക്കം, മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് ആ വചനത്തിന്റെ ഉപദേശവും വചനത്തോടു കൂടിയ ജലസ്നാനത്താലൊക്കെ ഇവരെ വെടിപ്പാക്കി തനതായ ഉപദേശങ്ങൾ കൊടുത്ത് പ്രമാണം കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞവരെ ഓരോ ദിവസം ഒരുക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിനായി അവരെ വാർത്തെടുക്കണം. അതിനാണ് ആത്മനിയോഗം പ്രാപിച്ച് ഈ ലേഖനങ്ങൾ അപ്പോസ്തലന്മാരാൽ ദൈവദാസന്മാരാൽ എഴുതപ്പെട്ടത്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഈ 21 ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അറിയാത്തവരുടെ ആരുടെയും അറിവിനായി പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് മാത്രം എനിക്ക് ഉദ്ദേശിക്കുന്നത്, വെളിയിലൊക്കെ മൈക്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ അവിടെയും ചിലരൊക്കെ ശ്രദ്ധിക്കുന്നു, അവര് പിന്നെ പറയുന്നത് അവിടുത്തെ കിടന്നു അവിടെ 2 ദിവസമായിട്ട് കിടന്ന് അലച്ചത് എന്ന് പറയരുത്. അപ്പൊ അത് അവർക്കൊന്ന് മനസ്സിലാകാനാ ഇത് ഈ പറയുന്നത്. അപ്പോൾ 21 ലേഖനങ്ങളിൽ സിംഗഭാഗ ലേഖനങ്ങളും നമുക്കറിയാം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെയാണല്ലോ 21 ലേഖനങ്ങൾ. ഈ 21 ലേഖനങ്ങളിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുമ്പോൾ 4 വിധത്തിലാണ് സാധാരണ പഠിപ്പിക്കുന്നത്. 1 രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, 2 ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, 3 സഭാശാസ്ത്രപരമായ ലേഖനം, 4 അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, കർത്താവിന്റെ മഹത്വം. അതില് എബ്രായ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഈ പുതിയ നിയമത്തിലെ 3 ലേഖനങ്ങൾ, വിശേഷിച്ച് പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. എന്തുമായി തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞാൽ, ഒരുവൻ ക്രമം കെട്ട വഴി വിട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം വിട്ടുപോയാൽ അവനെ അടിയന്തര കമ്മിറ്റി കൂടി മുടക്കുകയല്ല, അവരെ എല്ലാവരും കൂടി തേജോധം ചെയ്ത് നശിപ്പിക്കുകയല്ല, ദൈവാത്മനിയോഗത്തിൽ സൗമ്യതയുടെ ആത്മാവിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യഥാസ്ഥാനത്താക്കണം. അപ്പോൾ കർക്കശമായി തർജ്ജനം ചെയ്യണം. തർജ്ജമ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരികതമാണ്. പൗലോസ് ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാം, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടുകൂടെ ശാസിക്കാം. അടുത്ത പദം തർജ്ജമം ചെയ്യാം. അപ്പോൾ തർജ്ജമം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാകാൻ നാടൻ ഭാഷയെ മനസ്സിലാക്കുന്ന ഭാഷയെ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. ഭാഷയ്ക്ക് അല്പം വ്യത്യാസമുണ്ട്, തിരുവനന്തപുരവും മധ്യതിരുവിതാംകൂറും. അപ്പൊ അതുകൊണ്ട് അല്പം വ്യത്യാസം വരുമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 3
പ്രസംഗത്തിനെതിരെയുള്ള ലേഖനമാണ് ഈ 3 ലേഖനം. 1 ഉപദേശ പ്രസംഗൻ, 2 വിശ്വാസ പ്രസംഗൻ, 3 ജീവിത പ്രസംഗൻ. ഈ 3 പ്രസംഗത്തിനെതിരെയാണ് പൗലോസ് ഈ 3 ലേഖനം എഴുതിയിരിക്കുന്നത്. അത് വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പ്രസംഗത്തിനെതിരെ എഴുതിയ ലേഖനം. ഗലാത്യ വിശ്വാസികളൊക്കെ വളരെ നല്ല ആൾക്കാർ, പ്രാരംഭത്തിൽ വളരെ പോരാട്ടങ്ങളൊക്കെ സഹിച്ച് വന്നവരാണ്. പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ദുരുപദേശക്കാർ കയറി ദുരുപദേശം പഠിപ്പിച്ച് അങ്ങനെ ഇവര് പ്രസംഗം തുടങ്ങി. അതുകൊണ്ട് ഒടുവിലൊക്കെ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് എനിക്കിപ്പോ ഭയമാണ്. നിങ്ങളുടെ പോകുന്ന രീതി, ഇപ്പോഴത്തെ വരവും ആ ഇരിപ്പും നിങ്ങളുടെ ജീവിത ശൈലികളൊക്കെ കണ്ടിട്ട് ഭയം തോന്നുന്നു. ആരംഭ സമയത്തൊക്കെ നിങ്ങൾ വളരെ തീഷ്ണതയോടെ, ഉണ്മയോടെ, വളരെ പ്രാരംഭത്തോടെ, പ്രത്യാശയോടെ കർത്താവിനെ സേവിച്ചവരും ഭജിച്ചവരും ആരാധിച്ചവരുമായി നിങ്ങൾ ഇപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പോകുമൊക്കെ കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നു, ഭയവും തോന്നുന്നു. അതിന് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം പ്രമാണിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയപ്പോഴും എനിക്ക് ഭയമുണ്ടെന്ന 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ കർക്കശമായിട്ട് ആ വിഷയത്തിൽ പൗലോസ് ശാസിച്ചു, തർജ്ജനം ചെയ്തു. ഒരു ലേഖനം ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടികളും ദോഷങ്ങളും എല്ലാം സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് അവരെ കർക്കശമായിട്ട് പൗലോസ് ശാസിച്ചു, ദൈവത്തിന്റെ മകനെ തർജ്ജനം ചെയ്തു. 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവരുടെ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിൽ ഭിന്നതയും അസൂയയും പടക്കവും, 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു, 5-ാം അധ്യായത്തിൽ പ്രമാണത്തിന് നിരക്കാത്ത വിഷയങ്ങൾ അകത്ത് കൊണ്ടുവന്നു, 6-ാം അധ്യായത്തിൽ കോടതി കേസ് പഴക്കമായി നടക്കുന്ന അകത്ത് പരിഹരിക്കേണ്ട വിഷയം വെളിയിൽ കൊടുക്കുന്നു, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർത്ഥത, തിന്നാമോ തിന്നാൻ പാടില്ലയോ, തിന്നാമെന്ന് കുറെ ആൾക്കാർ തിന്നരുതെന്ന് പൊരുത്തപ്പെട്ട് തിന്നാലും കുടിച്ചാലും തർക്കമാണ്. 8-ല് 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ പൗലോസിന്റെ അപ്പോസ്തലത്തിൽ ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ്? ഇയാളെ യേശുവിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കാരല്ലേ ഇതൊക്കെ പറഞ്ഞ് പൗലോസിനെ ഒതുക്കാന്നൊന്നുമില്ല. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്ന് എന്റെ വാക്ക് പറഞ്ഞ മുടിഞ്ഞു പോയി. അതാണ് 10-ലെ വിഷയം. ആ 11-ാം അധ്യായത്തിൽ 2 കാര്യമാണ്. 1 ഫാഷൻ. ലോകത്തിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും അത് സൺഡേ സഭയെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കും. ആ ഭാഗം എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. സഭയ്ക്കകത്ത് പോകാൻ ഞാൻ പറഞ്ഞ കോളാമ്പി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ 11-ാം അധ്യായത്തിൽ ഫാഷൻ, 23 മുതൽ തിരുമേശയുടെ ഉപദേശം, അത് കർക്കശമായ ഉപദേശം പൗലോസ് കർത്താവിന് പ്രാപിച്ച് ഏൽപ്പിച്ചത്. 12-ാം അധ്യായത്തിൽ കൃപാവരം നിന്നിട്ടില്ല, നിന്നെന്നൊക്കെ ചിലര് പറയുന്നു, പക്ഷെ നിന്നില്ലെന്ന് പൗലോസ് ഉപയോഗിച്ചു. 13-ാം അധ്യായം ശ്രേഷ്ഠമായ വരം, അത് സ്നേഹമാണ്. 14-ാം അധ്യായം ഈ വരങ്ങളെല്ലാം ഇങ്ങനെ വിനിയോഗിക്കണം. ചിലർക്ക് വരമുണ്ടെങ്കിൽ വിവരമില്ല. അപ്പോൾ വരം മാത്രം പോരാ, ആദ്യം വിവരം പിന്നെ വരം. അപ്പോൾ വിവരമില്ലാത്തവർ വരം കൊടുത്താൽ ആ വരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതാണ് 14-ാം അധ്യായത്തിൽ. 15-ാം അധ്യായത്തിൽ ദൈവമക്കളുടെ മരണവും അടക്കവും രൂപാന്തരവും ഉയർപ്പും, അതാണ് 15 പ്രത്യാശയുടെ അധ്യായമാണ്. 16-ാം അധ്യായം എല്ലാവർക്കും അത്ര തൃപ്തി വരുന്ന അധ്യായമല്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വന്ദനം ചൊല്ലുകയും നന്ദി പറയുകയും, അതിലുപരി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് ആ ചരടിച്ചു വെച്ചതെല്ലാം ഇനി കൊണ്ടുവരണം. അതിനെ 9-ന് നിർത്തുന്നത്, നേരത്തെ എന്നതെല്ലാം ഒരുക്കി നാളെ കൊണ്ടിയല്ല. അറിഞ്ഞില്ലെന്ന് കേട്ടില്ലെന്നും പറയരുത്. ഏറ്റവും ചവിണ്ട നോട്ടല്ല ഏറ്റവും നല്ലത്. ആട്ടെ, സന്തോഷമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആവശ്യം തുടർന്നില്ല. അപ്പൊ ഇങ്ങനെ കർക്കശമായിട്ട് പൗലോസ് ഇവരെ തർജ്ജനം ചെയ്തു. അതാണ് ഒരു ലേഖനം. അത് ഇതിനൊക്കെ വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. അറിയാമല്ലോ, എബ്രായ ലേഖനത്തിലെ ആ തർജ്ജന വിഷയം, എബ്രായ വിശ്വാസികൾ ആ വിശ്വാസത്തിന്റെ പ്രശ്ന ഇവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, വിശ്വാസ പ്രശ്നത്തിൽ ഇവർ കുഴഞ്ഞപ്പോ അവരെ ശരിയായ വിശ്വാസം പഠിപ്പിച്ച് അവരെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ കർക്കശമായി തർജ്ജനം ചെയ്ത് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ആണെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് വരുന്ന എബ്രായ ലേഖനം പൗലോസ് എഴുതിയതല്ലെന്ന് വാദിക്കുന്ന, ശപിക്കുന്ന, അങ്ങനെ സ്ഥാപിക്കാൻ തുനിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം തർക്കമല്ല. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന, ധ്യാനിക്കുന്ന, അത് പരിചയിച്ചിരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവവൈദ്യന് മനസ്സിലാകും ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം ഇതിലെ അധ്യായങ്ങളും അധ്യായത്തിന്റെ ഘടനകളും ആ
പ്രയോഗങ്ങളും പദങ്ങളും ആ പ്രധാനപദങ്ങളും പടിക നിയമത്തിലെ പ്രവചന സൂക്തങ്ങൾ പലതെടുത്ത് ചേർത്ത് കോർത്ത് ഇണക്കി വളരെ ക്രമീകൃതമായ നിലയിൽ ഈ പുസ്തകത്തിൽ ചാർത്തി ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യം ഇല്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഗില്ലേദിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപടത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും അതിസൂക്ഷ്മമായി പഠിച്ച് അതിൽ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷയാണ് അങ്ങനെയുള്ള പൗലോസുകാർ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. അതിനെ ഓടിച്ചു മുമ്പോട്ട് പോകാം. വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെഴുത്തുകളാണല്ലോ വായിച്ചത്. ഓർപ്പിച്ചത് എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം, പ്രധാന വിഷയം എന്തെന്ന് ചോദിച്ചാൽ സാധാരണ പല നിലകളിലാ പറയുന്നത് എങ്കിലും ഞാനിങ്ങനെ പറയും, ഇതിലെ പ്രധാന വിഷയം യേശു ക്രിസ്തുവാണ്. എല്ലാവരുടെ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും പൗലോസ് യേശു ക്രിസ്തുവിന്റെ മഹത്വം അങ്ങോട്ട് തെളിയിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, എല്ലാവരുടെ ശ്രേഷ്ഠൻ ആണ് കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. എല്ലാവരിലും യോഗ്യൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. എല്ലാവരെക്കാളും മഹത്വമുള്ളവർ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ഒരു പാട്ടിന്റെ വരി കൊണ്ട് പാടാൻ നേരമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. ദൈവത്തിന് മഹത്വം. ഇതുപോലെ യോഗ്യനാകുന്ന ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ഒരുവനില്ല. എല്ലാവരിലേക്കാളും ശ്രേഷ്ഠനാകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹിമ ആ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ പഠിക്കുമ്പോൾ അവിടെ 7 മഹത്വമായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എല്ലാം പറയാൻ നേരമില്ല. വായിച്ചു വിട്ടോ മോളെ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവെഴുത്തുകളെ വായിച്ചോ. 7 കൂട്ടം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് യേശു ക്രിസ്തു രാജാവാണ്. അവിടെ രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. അത് നമുക്കറിയാം. അപ്പൊ അതിൽ ഒരു പ്രയോഗം ദൈവം കൊണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് പിതാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ പടിനിയമത്തിലെ സകല പ്രവാചകന്മാരെ എടുത്ത് അല്ല കുടുംബ പ്രവാചകന്മാരെ എടുത്ത് എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ കാര്യവും ഒന്നും വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടുകയില്ല. ഭാഗമായിട്ടും വിവിധമായിട്ട് പ്രവാചകൻ എനിക്ക് പറഞ്ഞല്ലോ, യഹോവ എനിക്ക് കാര്യം മറച്ചു വെച്ചത്. എല്ലാ കാര്യവും എനിക്കറിയാവുന്ന ഒരു അമ്മാമ്മയുണ്ട്. ലോകത്തിലുള്ള എല്ലാവരുടെയും കാര്യം പ്രവചിക്കും. പക്ഷെ അമ്മാമ്മയുടെ മോള് ഒരുത്തന്റെ കൂടെ ഓടിപ്പോയത് അമ്മാമ്മയ്ക്ക് മനസ്സിലായില്ല. വേറൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാത്തവരുടെ എല്ലാ കാര്യം അമ്മാമ്മ വെളിപ്പാടൊക്കെ കണ്ട് പ്രവചിക്കുന്നതാണ്. പക്ഷെ അമ്മാമ്മയുടെ മോള് കുറ്റമല്ല പറഞ്ഞത്, ഭാഗമായിട്ട് അല്ല അങ്ങനെ ചിന്തിച്ചാൽ ഉറച്ചു. ഇവിടെയുള്ള ഒരു പ്രവാചകനും എല്ലാം ഒന്നും വെളിപ്പെടുകയല്ല. ചില പറഞ്ഞിട്ട് ലോക പ്രശസ്ത പ്രവാചകൻ അതിന്റെ വീട്ടിലെ കാര്യം പോലും അവരെ വെളിപ്പെട്ടിട്ടില്ല. ആട്ടെ, ഞാനതിനെ വിവരിക്കുന്നത് വെറുതെ അതിന്റെ ആലോചന ഉണ്ടാക്കണം. സകല പ്രവാചകന്മാർക്കും ഭാഗമായിട്ടും എന്നാൽ യേശു ക്രിസ്തുവാകുന്ന പ്രവാചകന്റെ വിശേഷത മുഴുവൻ കാര്യവും പറഞ്ഞവരാണ്, മുഴുവൻ വെളിപ്പെട്ടവരാണ്. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവിടത്തേക്ക് അവൻ മറവായിരിക്കുന്ന ഒന്നുമില്ല. സകലവും അവിടുത്തെ സന്നിധിക്ക് നഗ്നവും മലർന്നതും അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സങ്കീർത്തനക്കാരൻ പണ്ട് പാടി നിങ്ങൾക്കറിയാം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയിക്കുക, എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അവിടെ അറിയുക, ദൂരത്തെന്ന് അറിയുക. പിന്നെ ഉഷസിന്റെ ജനക ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തും അവിടത്തേക്ക് മറന്നിരിക്കുന്ന ഒന്നുമില്ല. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തന ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഈ അത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഈ അത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ,
പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ്. അവിടെ 7 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായിപ്പിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്ന വിഷയമാണല്ല. യേശുക്രിസ്തു അവിടുത്തെ മഹത്വം എന്താ? ഈ പുസ്തകം നിങ്ങൾ പഠിച്ച് അവിടുത്തെ മഹത്വം മോളെ കൊടുത്ത് വായിച്ചു വിട്ടോ, വായിച്ചു വിടാനേ നേരമുള്ള വായിച്ചു വിട്ടോ. പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു സകലത്തിനും അവകാശിയാക്കി വെച്ചു. സകലത്തിന്റെ അവകാശിയായ യേശുക്രിസ്തു, ഈ കാണുന്ന സകലത്തിന്റെ അവകാശി യേശുക്രിസ്തുവാ. ഇത് മുഴുവൻ അവൻ അവിടത്തേക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. സകലത്തിന്റെ അവകാശം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു. പിന്നെ അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇത് മുഴുവൻ കർത്താവ് ഉണ്ടാക്കിയതാ. മോഡാലി എടുത്തെറിഞ്ഞപ്പോ ഉണ്ടായതൊന്നുമല്ല. പാക്കത്തി എടുത്തെറിഞ്ഞ എവിടെമേൽ പോകുന്നതാണ്. കോഴിക്കിട്ടെറിഞ്ഞിട്ട് കൊള്ളുന്നില്ല. പിന്നെ ഇത് വെട്ടിലെത്തി കോടാലി എടുത്തെറിഞ്ഞുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചവൻ നമ്മുടെ കർത്താവാണ്. സകലത്തിനും അവകാശി അവനാണ്. സകലത്തെയും ലോകത്തെയും ഉണ്ടാക്കി. പിന്നെ അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയിൽ. അയ്യോ, തേജസ്സിന്റെ പ്രഭയാണ്. നോക്കിയാൽ തന്നെ എന്തൊരു മഹത്വമാണ്. അല്ലാതെ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞിരിക്കുകയല്ല. ഇപ്പൊ നിന്റെ കാഴ്ചക്കളയുമെന്നും പറഞ്ഞു. അങ്ങോട്ട് നോക്കിയാൽ തന്നെ എന്തൊരു പ്രഭയാ. പ്രഭയില്ലാത്ത നീ യേശുവിനെ നോക്കിയാൽ നിനക്ക് പ്രഭയുണ്ടാകും. സ്തോത്രം. അങ്ങനെ യാതൊരു ഗുണഗണങ്ങളില്ലാത്ത നീ യേശുവിനെ നോക്കിയാൽ നിനക്ക് തേജസ്സും മഹിമയും ഉണ്ടാകാം. ആ തേജസ്സിന്റെ പ്രഭയ. പിന്നെ തത്വത്തിന്റെ മുദ്ര. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ ഇന്ന് രാത്രി നിന്നെ വധിക്കുന്നവനാ ദൈവം. നിന്നെ മാത്രമാണോ നിന്റെ കുടുംബത്തെ വധിക്കുന്നവനാ ദൈവം. അങ്ങനെ കുടുംബത്തെ മാത്രമാണോ ദേശത്തെ വധിക്കുന്നവനാ ദൈവം. മാത്രമല്ല ഈ കേരളത്തെ വധിക്കുന്നവനാ ദൈവം. ഇന്ത്യ രാജ്യത്തെ വധിക്കുന്നവനാ. ഭൂലോകം മുഴുവൻ വധിക്കുന്നവനാ ദൈവം. ഉളവാകുന്നൊന്നും അവനെ കൂടാതെ ഉളവാകുന്നില്ല. സകലവും അവനുളവാങ്ങി അവനായിട്ട് ഉളവായി ശക്തിയുള്ള വചനത്താൽ ഇന്ന് രാത്രി നമ്മെ വഹിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മഹിമയ്ക്കായി ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നിന്നെ ആരും വഹിക്കാനില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടും. പക്ഷേ ഇനി ആരും വഹിക്കാനാണ്. പക്ഷേ കുറച്ച് വർഷമായിട്ട് എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഹിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ സകലത്തെ വഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ളകൈയിലാണ് നിയമിക്കുന്നത്. അവിടുത്തെ ഉള്ളകൈയിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവിന്റെ വേലക്കാരോട് പറയുന്നുണ്ട്, നക്ഷത്രം 7 അവിടുത്തെ വലങ്കൈയിലാണ്. അവിടുത്തെ വലങ്കൈ 4 പിടിച്ചോണ്ട് പോകുന്നേ. അന്നേരം പറയാം, ബന്ധനമുണ്ട്, കൂടോത്രമുണ്ട്, ശുദ്രം ചെയ്തിട്ടുണ്ട്, അറബിക്കെട്ടുണ്ട്. ഏത് കെട്ടുണ്ടെങ്കിലും അവിടുത്തെ വലങ്കൈയിൽ നിന്ന് നിന്നെ ആരാ പിടിച്ചോണ്ട് പോകുന്നത്? കരുതനാമവൻ കരത്തിന പിടിച്ചിരിക്കയാൽ, കരുതനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുവനും പിടിച്ചുവൻ പിടിക്കുവാൻ കഴിയില്ല. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയമിടാം. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയമിടാം. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിക്കുക. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിക്കുക. ഇതെന്തു ഭാഗ്യം സുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നവരും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിൽ എല്ലാ ഭാഗം എടുക്കുന്നത് ആ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ വിശേഷപ്പെട്ട 7 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി. 7 എഴുപത് ഒന്നും അല്ലല്ലോ, അവിടെ 7 കാര്യം. ഇനി ആ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടൊന്ന് വായിച്ച് അവിടെ ഈ വിശേഷപ്പെട്ട കാര്യമാണ്. കൊലോസ്യ ലേഖനത്തിന്റെ വിഷയം തന്നെ ക്രിസ്തുവിന്റെ മഹത്വമാണല്ലോ. വായിച്ചോ, 14 മുതൽ വായിക്കുമോളെ. വായിക്കാനേ നേരമുള്ളൂ. വായിക്കുന്നു കൊലോസ്യ ലേഖനത്തിന്റെ 1-ന്റെ 14 മുതൽ.
തിരിയുന്നില്ലയോ? 1-ാം അധ്യായത്തിന്റെ 14. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാണ്. പിന്നെ സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടു. നേരമില്ലാത്തതുകൊണ്ട് ഭാഗവതിയത് യേശുക്രിസ്തുവിന്റെ മഹത്വമാണ്. അവിടുന്ന് ആരാണ്? സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തെ ഉളവാക്കിയവൻ, സകലത്തെ വായിക്കുന്നവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ. ഒരു വാക്യം കൂടെ വായിച്ചോ, ഓർക്കുന്നവണ്ടെന്ന് പറയാൻ വിഷയമല്ല. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ചേർത്ത് വായിച്ചിട്ട് വിടാം. രാജാതി രാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അമർത്യതയുള്ളവനും അവിടുന്ന് മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ധന്യനായ ഏകാധിപതി എന്നൊരു പദം ഉണ്ടല്ലോ, ഇല്ലേ? അത് ഇഷ്ടമല്ലേ ആ പദം? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും. യേശുക്രിസ്തുവിന്റെ മഹത്വമാണ്. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, ഇതുപോലെ മഹത്വമുള്ള ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവനെ ആരാധിക്കുവാനും സേവിപ്പാനും ഭജിപ്പാനും ഇടയായ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. രാജാതി രാജാമുനി രാജാതി രാജാമുനി എന്നും കർത്താതി കർത്താമുനി രാജാതി രാജാമുനി എന്നും കർത്താതി കർത്താമുനി ഉന്നത ദേവാ എന്നെയും സ്നേഹിച്ച അത്ഭുതം ഉന്നത ദേവാ എന്നെയും സ്നേഹിച്ച അത്ഭുതം സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ ഇന്നലെയും ഇന്നും എന്നും ആനന്ദേ വന്ദനം ഇന്നലെയും ഇന്നും എന്നും ആനന്ദേ വന്ദനം സുന്ദര യേശുക്രിസ്തുവിന്റെ മഹത്വം അതാണ് ഈ വാക്യത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയും, കൊലോസ് ലേഖനം 1-ന്റെ 14 മുതൽ താഴോട്ടും, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ഉം, ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ളതിനും എടുത്തു. ഇത് മുഴുവൻ അങ്ങോട്ട് ധ്യാനിച്ചേ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവൻ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകത്തുമില്ല, വന്നിട്ടുമില്ല, വരത്തുമില്ല. അവിടുത്തേക്ക് മാത്രം, അവിടുന്ന് മാത്രം. അതേ കർത്താവിന്റെ മഹത്വം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ശ്രേഷ്ഠനാണെന്ന് പൗലോസ് തെളിയിക്കുകയാണ്. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ അവിടുന്ന് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനായ വേറൊരുവൻ ഇല്ല. അതാണ് യേശുക്രിസ്തുവിന്റെ മഹിമ.
അത് ഓരോ അധ്യായത്തിലെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത മഹത്വം പൗലോസ് കൊണ്ട് വെളിപ്പെടുത്തി. അങ്ങനെ പോയാൽ ആ നിലയിൽ പോകും. എബ്രായ ലേഖനം എഴുതാനുള്ളതിന്റെ ഒരു കാരണം, എബ്രായ ക്രിസ്ത്യാനികള് ഇവര് സിംഗഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ നസ്രായ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദ മതം വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യഹൂദനെ കണ്ടാൽ അറിയാം, യഹൂദന് വിശേഷതയുണ്ട്, അപ്പൊ തന്നെ കുഴപ്പടിയുണ്ട്. അതെല്ലാം ഇപ്പൊ എടുക്കുക, കുഴപ്പടിയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ക്രൂശിച്ചവർ യവന്മാരാണ് എഴുതി വെച്ചേക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്നതിന് യവന്മാർ എതിരുവാ. ദൈവദാസന്മാരെ തുരത്തി ഓടിക്കാൻ ഇവർ മുന്നിൽ നിന്നവരാണ്. അന്നേരം നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ യഹൂദന്മാരാണ്, നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. വേറെ കുഴപ്പടിയാണ്. എന്നാൽ അതിന്റെ മറുവശം യഹൂദനെ കണ്ടാൽ അറിയാം, അതെവിടെ വെച്ച് കണ്ടാലും അറിയാം. അവരുടെ നിപ്പും നിലപാടും വസ്ത്രധാരണവും സംസാരവും രീതിയൊക്കെ കണ്ടാൽ അറിയാം. പക്ഷെ ഇപ്പൊ ഒട്ടും കണ്ടാൽ അറിയാൻ പറ്റാത്ത ബന്ധുക്കോസുകാരറിയാം. പിന്നെ ആകെ കൂടെ അറിയാവുന്ന സഭായത്തിൽ വരുമ്പോഴാണ് അയ്യോ നമ്മുടെ ആളായിരുന്നു, അവിടെ ഒന്നും പറഞ്ഞില്ല. അത് നമ്മുടെ വിഷയമല്ല. കർത്താവിന്റെ മഹത്വം യഹൂദനെ കണ്ടാൽ അറിയാം. ഇവനൊത്തിരി വിശേഷതകളുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ ഒന്ന് വായിച്ചോ. യഹൂദന്റെ വിശേഷത അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു വിട്ടോ. റോമാലേഖനം 9-ന്റെ 3 മുതൽ. എനിക്ക് തോന്നുന്നത് ഈ പുറകിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നില്ല. അത് മൈക്കില്ലേ മോളെ, ക്ലിയർ ആകുന്നില്ല. അതിന് തന്നെയാണ് കുഴപ്പം. ഇവർക്ക് ഞാൻ പറയുന്നത് തിരിയണം. അപ്പൊ അതിന് തന്നെ മാർഗം തിരിഞ്ഞോട്ട് തിരിക്കണം. റോമാലേഖനം 9-ന്റെ 3 തിരിയുന്നുണ്ടോ? ഇപ്പൊ തിരിയുന്നുണ്ടോ? കേൾക്കുന്നതല്ലേ ചോദിച്ചാൽ തിരിയുന്നുണ്ടോ? ജഡപ്രകാരം എന്നെ ചാർച്ചക്കാരായ എനിക്ക് വേണം, നീ അങ്ങോട്ട് തിരിക്കണം. നമ്മോട് വായിച്ചോ. ജഡപ്രകാരം എന്നെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ടു ശാപഗ്രസ്തരാകാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ, അവരുടെ വിശേഷതകളാണ് താഴോട്ട്. അവര് ഇസ്രായേലിയർ, പിന്നെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമാ. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും. ഇതെല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷതകളും പ്രത്യേകതകളുമാണ്. അവിടെ എല്ലാ ഭാഗവും വിസ്തരിക്കുന്നവരെ കണ്ടാനറിയാം, യഹൂദനെ കണ്ടാനറിയാം. അതാണല്ലോ വെള്ളം ചോദിച്ചുടനെ പറഞ്ഞ് യഹൂദനാകുന്ന നീ ശമരിയാകാരിയായ ഏതുണ്ട്. വെള്ളം ചോദിച്ചപ്പം യഹൂദനാകുന്ന എനിക്ക് ഇച്ചിരി വെള്ളം താമസിച്ചെന്നല്ല പറഞ്ഞത്, ഇച്ചിരി വെള്ളം തരാമെന്ന് ചോദിച്ചുള്ളൂ. ആ ചോദ്യയിലും നിപ്പും നിലപാടുമൊക്കെ കണ്ടവൻ മനസ്സിലായി യഹൂദനാണ്. ഒരു ദൈവവൈദ്യനെ കണ്ടാൽ അറിയാം. വിശേഷിച്ച് ഉപദേശമാര് ഞായറാഴ്ച സ്റ്റേജിൽ നിൽക്കുമ്പോഴല്ല ഉപദേശിയാണെന്ന് അറിയേണ്ടത്, തിങ്കളാഴ്ച ചന്തയിൽ നിൽക്കുമ്പോഴും അറിയണം. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവവൈദ്യനെ എല്ലാ സ്ഥലത്തും അറിയണം, വെളിപ്പെടുത്തണം, അറിഞ്ഞിരിക്കണം. അത് പറയുമൊന്നും വേണ്ട, നമ്മളെ കാണുമ്പോൾ പിന്നെ അവർ പറയും. അപ്പൊ ഈ യഹൂദനാകുന്നത് കണ്ടപാടെ മനസ്സിലായി. അപ്പൊ ഈ യഹൂദനത്തിന് വിശേഷതകളുണ്ട് ഈ പറഞ്ഞതല്ല. അപ്പൊ ഇതെല്ലാം വിട്ട് ദൈവാലയം അവർക്കുള്ളതാണ്. യെരൂശലേം ദേവാലയം വളരെ പ്രൗഢഗംഭീരമായി പണിതുയർത്തിയ ദൈവാലയം. നമുക്കറിയാം പല ദൈവാലയങ്ങളെ പണിതത് ഒടുവിൽ ഹെരോദാവ് ഇത് പുതുക്കി പണിത ആ ശ്രേഷ്ഠമായ ദൈവാലയം. അതിന്റെ ഓരോ കാര്യങ്ങളുമൊക്കെ യഹൂദന് വളരെ പ്രശംസയുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് ഉപകരണങ്ങള്, അതിന്റെ പണികള്, വിശേഷതകളെല്ലാം അവര് വളരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുക. അപ്പൊ ദൈവാലയം, ദൈവാലയത്തിൽ പുരോഹിത ബന്ധങ്ങൾ 24 കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ. ദാവീദിന്റെ കാലത്ത് അബിയാക്കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത ബന്ധങ്ങൾ. ഇവർക്കെല്ലാം സഹായത്തിനായിട്ട് മറ്റു പ്രിയപ്പെട്ടവർ. മാത്രമല്ല ദൈവാലയത്തിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, മിക്കതും പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും തങ്കം കൊണ്ടും പൊതിഞ്ഞതുമായ നിരവധി അനവധി ഉപകരണങ്ങൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഇതിനകത്തുണ്ട്. പുരോഹിത വരണ്യന്മാർ ഇവരെല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഹിതൻ, അത് സ്ഥാനത്തിന്റെ വേഷ വിഭൂഷിതനായി മഹാപുരോഹിതനുണ്ട്.
എന്ന് വേണ്ട ജാതിയിൽ ഇവര് ശ്രേഷ്ഠരാണ്. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഈ വംശം, ഈ ജനത ഉടലെടുക്കുന്നത്. എല്ലാ കൊണ്ടും ഇവര് ശ്രേഷ്ഠരാണ്. ഇങ്ങനെ മാത്രമല്ല, കോടിക്കണക്കിന് വിലമതിക്കുന്ന കാര്യങ്ങളാണ്. വലിയ പള്ളി ചുറ്റുപാട്. അപ്പൊ ഇതെല്ലാം യഹൂദനെ പ്രശംസിക്കുന്നു. അതുകൊണ്ടാണ് യെരമ്യാവിൽ ഇവർ കൂടെ പറയും, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. യെരൂശലേം എന്ന് പറഞ്ഞവരുടെ കേന്ദ്രമാണ്. എവിടെ പോയാലും ലക്ഷ്യവും ഉന്നതമല്ല യെരൂശലേമിലേക്കാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രവാസത്തോട് ബന്ധപ്പെട്ട പറഞ്ഞതെങ്കിലും, യെരൂശലേമിൽ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലക്കൈ നിന്നെ മറന്നു പോകട്ടെ. ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. യെരൂശലേമിനെ മറക്കത്തില്ല. യെരൂശലേമിന്റെ മുഖ്യ സന്തോഷമാണ്. ദാവീദിന്റെ കാലത്താണ് ഈ പട്ടണമെല്ലാം ക്രമപ്പെടുത്തി പണിത്, മില്ലോയും സമ്മാന നഗരങ്ങളൊക്കെ പണിത് ആഭ്യന്തരമെല്ലാം സുസജ്ജമാക്കി ആ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പാട്ടുകാരെ നിയമിച്ചു, പെട്ടകം കൊണ്ടുവന്നതിന്റെ സ്ഥാനത്താക്കി എന്ന് വേണ്ട. ഇത് യഹൂദനോട് ബന്ധപ്പെട്ട വളരെ ശ്രേഷ്ഠമാണ്. ഇതെല്ലാം വിട്ടേച്ച് ഉപേക്ഷിച്ചിട്ട് ഈ നസ്രായ മാർഗത്തിന്റെ പുറകെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, അത് വലിയ കാര്യം തന്നെ. ഒന്നും വിടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് വന്നിരുന്നിട്ട് തന്നെ വലിയ ആളുകൾ ചായിരിക്കുന്നത്. എല്ലാം ഒന്നും നമ്മൾ വിട്ടിട്ടില്ല. വിടാൻ നീ വലിയ താല്പര്യമോ വേണ്ടതില്ല. എല്ലാം ഒന്നും വിട്ടിട്ടില്ല. എന്നാളൊരു തള്ള പറഞ്ഞു, കുഞ്ഞാവെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞു 10-20 കൊല്ലമായതിനകത്ത് വന്നിട്ട് വിട്ടിട്ടില്ല. വിട്ടിട്ടില്ലെന്ന് ഞാൻ അതിന് തെളിവ് തരാം. പക്ഷെ കൺവെൻഷൻ ആയതുകൊണ്ട് പറയാൻ ഒക്കത്തില്ല. നമ്മൾ ഇനിയും വിടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഞാൻ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നോട്ട് ചെയ്തു. ഒരു 138 കൂട്ടം കാര്യമുണ്ട് ഗാഡീസമേ. 138. അതല്ല ഇപ്പം മൈക്ക് കൂടെ പറയാൻ ഒക്കത്തില്ല. കാരണം പൊതുജനവും കൂടെ അറിയുന്നത് കൊണ്ടാണ് ഭാഗം വിടുക. ഞാൻ നടന്നില്ല. അപ്പൊ ഒന്നും വിടാതെ തന്നെ പലരും ഇതിനകത്ത് വന്നിട്ട് ആളുകൾ ചിരിക്കുക. അപ്പൊ യഹൂദ ജനം, എബ്രായ ജനം ഇതെല്ലാം വിട്ടതിന് ശേഷം ഇവർ യേശുവിന്റെ പുറകെ ഇറങ്ങി വന്നു. ഈ പള്ളിയും അതിന്റെ പള്ളിയുടെ ആ പരിവാരങ്ങളും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും എന്ന് വേണ്ട ജാതികളുടെ ശ്രേഷ്ഠതയും മഹിമയും ഈ ന്യായപ്രമാണം, പുത്രത്വം, മാറ്റത്വം, നിയമങ്ങളൊക്കെ അവർക്കുള്ളത്. പിതാക്കന്മാർ അവർക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഒക്കെ അവര് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതെല്ലാം വിട്ടേച്ചവര് യേശുവിന്റെ പുറകെ വന്നു. അത് ചെറിയ കാര്യമല്ല. യേശുവിന്റെ പുറകെ വരുന്ന ചെറിയ കാര്യമല്ലെന്ന് പറയാൻ കാരണം അവൻ ഉടുത്ത തുണിയല്ലാതെ വേറൊന്നില്ല. കയറിക്കടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, അവൻ ഇരുന്ന് യോഗം നടത്താൻ സ്ഥലമില്ല. വല്ലവരുടെയും പടക്, വല്ലവരുടെയും മൃഗത്തിന്റെ പുറത്തായി യെരൂശലേമിലേക്ക് യാത്ര ചെയ്തത്. മിക്കപ്പോഴും ഭക്ഷണമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വിശന്നേക്ക് അത്തിയെ നോക്കിയത്. ശുശ്രൂഷകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നെങ്കിലും എപ്പോഴും ഭക്ഷണമൊന്നുമില്ല. ഇവിടെ ഞങ്ങളെ വിളിച്ച് നല്ല താമസവും ഭക്ഷണമൊക്കെ ക്രമപ്പെടുത്തി നന്ദിയുണ്ട്. യേശുവിന്റെ കൂടെ പോയവർക്കും ആ യേശുവിനും അതൊന്നും പലപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശന്നിട്ട് അത്തിയെ നോക്കി. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞ വിശന്ന് പൂർവ്വബുദ്ധിയായി പോകുന്നത്. അതുകൊണ്ടാണ് വിശന്ന് കാടിനെ കൊണ്ട് ആരുടെയോ വയലിലിറങ്ങി കതിരി പറിച്ച് തിന്നു. ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അന്ന് വിശപ്പൊക്കെ നമ്മുടെ ആൾക്കാർ പ്രാർത്ഥിക്കാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കൊണ്ട് വന്നിട്ടാണ് ഇപ്പൊക്കെ തിന്നുക. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞാൻ അടുത്തോട് ചോദിച്ചില്ല, പ്രാർത്ഥിച്ചോ? സൂത്രം മുട്ട വായിക്കാത്ത വെച്ചാൽ സൂത്രം ഉണ്ണി നാളെ പോയി കടിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നേ. നമ്മുടെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ബിരുദന്മാരുണ്ട്. സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ടൊരു യോഗത്തിന് അല്പം താമസിച്ചു പോയി. അപ്പൊ നടത്തുകാരൻ പറഞ്ഞു ആൾക്കാർ കഴിക്കാൻ തുടങ്ങി. ഞാൻ ഉപദേശമായിട്ട് പറയാം, കല്യാണം നടത്തുമ്പം ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ അതിനോടങ്ങ് പ്രാർത്ഥിക്കണം. അതെ, ഈ സ്ഥലത്തൊക്കെ ഞാൻ കല്യാണം നടത്തുമ്പോൾ കല്യാണം തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിപ്പ് തുടങ്ങി. അത് വേറൊരു വകുപ്പ്. ഞാൻ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇല്ലായിരിക്കും. ഞാൻ ഇവിടെ തന്നെയാണ്. കേട്ട് നടന്നുകൊണ്ടിരിക്കും. പറയാ ദൈവമക്കളോടൊരു കാര്യം പറയാ. ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥിച്ച് ആശീർവാദം കഴിഞ്ഞ് അതിനോടൊന്ന് പ്രാർത്ഥിക്കുന്ന നല്ലത്. അല്ലെ പിന്നെ അതൊക്കെ അലങ്കോലമാണ്. അപ്പൊ അന്ന് അവിടെ ഭക്ഷണമെല്ലാം കൊണ്ട് അല്പം വൈകിപ്പോയി. അപ്പോൾ ഒരാൾ സ്റ്റേജിൽ എന്ന് പറഞ്ഞു, ഒരാളെ പേര് പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളി മുട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി നമുക്ക് വീട് പ്രാർത്ഥിക്കാൻ വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുമുണ്ട്. അപ്പൊ ഇവിടെ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച് ശിമോനെ വെട്ടിച്ചത്. അപ്പോൾ പരീക്ഷന്മാരെ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരുടെ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു. ഭക്ഷണം കൈ കഴുകാതെ കഴിച്ച് കർത്താവെന്നതിനെ അതിനെ വെട്ടി അകത്തോട്ട് പോകുന്നതല്ല, അശുദ്ധരാക്കുന്നത് അകത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം മറുവശം വിശപ്പ് കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്.
കയറി കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കടം കൊടുക്കാൻ കാശില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ ഒരു സ്റ്റേജും പുൾപിറ്റും ഒന്നുമില്ല. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടില്ല. കർത്താവ് തന്നെ തെളിച്ച് പറഞ്ഞല്ലോ, കുറുനരികൾക്ക് കുടിയുണ്ട്, ആകാശത്തിലെ പറവയാദികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലയായിപ്പാൻ നദികൾക്കു വസിപ്പതിനായി കുടിയും പറവയ്ക്കും വസിപ്പതിനായി കൂടും. നദികൾക്കു വസിപ്പതിനായി കുടിയും പറവയ്ക്കും വസിപ്പതിനായി കൂടും. ഉപയുണ്ടിപ്പനോ വലചായി പതിനായി കുടിശല്ല ദീപാ പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എല്ലാം ആകെ ധരിക്കപ്പെട്ട നിൽക്കുക. ഇങ്ങനെയുള്ളവന്റെ കൂടെയാണ് ഈ അബ്രാഹ്യ വിശ്വാസികൾ അരങ്ങത്തിരിച്ചത്. മാത്രമല്ല, ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്ക് ഒന്നുമില്ലായിരുന്നു. ആളുകളും പട്ടിണി മുഴുവൻ ബുദ്ധിമുട്ടാണ്. ആ കൊടുത്തേർന്ന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചു. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. പിന്നെ ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്വങ്ങൾ, ഞങ്ങൾ മാനവീയർ. ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ ഞാൻ പറയാം. അപ്പൊ അപ്പോസ്തലന്മാരുടെ രീതികളാ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നു, ദാഹിച്ചു, ഉടുക്കുവാനില്ലാതെ നമുക്കാരുടെ ഇഷ്ടം പോലെ എനിക്കാരുടെ ഇഷ്ടം പോലെ തോന്നിയുണ്ട്. ഒരാൾ ചോദിച്ചു എത്ര മീറ്ററുണ്ട് എല്ലാം കൂടെ. ഞാൻ പറഞ്ഞ 4, 3, 7, 2, 9, 10 മീറ്ററോളം ഉണ്ടെന്ന്. ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടമാണ്. എത്ര സാരിയുണ്ട് അതിന്റെ എണ്ണയില്ലേ? അതിൽ കൂടുതലാണ്. അത് കുറ്റമൊന്നുമല്ല. ആകട്ടെ ഒന്നുമില്ല, മാറി കൊടുത്ത് യോധന വരാമല്ലോ. യോധന വരണം. എന്നാൽ ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്ക് ഇങ്ങനെയൊന്നും ധാരാളത്തിലില്ല. ഈ നാടിക വരെ ഞങ്ങൾ വിശന്നും, മിക്കപ്പോഴും വിശന്നും, പിന്നെ ദാഹിച്ചും ഉടുക്കാനില്ലാതെ ഉടുക്കാനില്ല. നന്നാരാ പറഞ്ഞ പത്രോസിന്റെ തുണി അവിടെ ഇച്ചിരി കൊണ്ടുവന്നു. എന്നാലും പറഞ്ഞ അതിന്റെ ഒരു കഷണം ഞങ്ങൾ ഇതിനും വേണ്ട തുണി പോട്ടെ, വായിച്ചോ പോട്ടെ. അലോചന ഉണ്ടാക്കില്ല. സ്ഥിരവാസം കൂടാതെ സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല. പേപ്പട്ടിയെ ഓടിക്കുമ്പോൾ ഓടിക്കുകയല്ലേ. സ്ഥിരവാസം കൂടാ. അന്നേരം പറയാം അന്ത്യോക്യ സിംഹാസനമാണ്. പുസ്തകത്തിൽ വായിക്കുന്ന സ്ഥിരവാസം കൂടാ. അന്നേരം പറയാം അന്ത്യോക്യനല്ല, വത്തിക്കാനിലാണ്. എടാ, വത്തിക്കാനിലുമില്ല, അന്ത്യോക്യനുമില്ല, കുമ്പനാട്ടിലുമില്ല, മുളപ്പടയത്തിലില്ല, ദേവലോകത്തുമില്ല. ദേവലോകം പറഞ്ഞ അവിടുത്തെ ദേവലോകം, കോട്ടയത്തൊരു ദേവലോകമുണ്ട്. ദേവലോകത്തുമില്ല, ചിങ്ങവനം തയ്യാറായിട്ടുമില്ല, ഒരു സ്ഥലത്തും സ്ഥിരവാസമില്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാർക്ക് അങ്ങനെ സ്ഥിരവാസം കൂടാതെയും പിന്നെ അടുത്തത് സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് എല്ലാവരും ശകാരിക്കുക. വെറുതെ പണിയെ പോകുന്നവനും നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പശുപത്തിന് പ്രൈസ്തല്ലോ, അവൻ ചുമ്മാ വേണം.
അവൻ അതിനെ പോയാൽ മതി. ഉടനെ അവൻ മപ്പ് കടിച്ച് നമുക്ക് പിന്നെ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അങ്ങനെ അവനെ പ്രാകരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി മുണ്ടി പോകുന്നത് മനസ്സിലായില്ല. ശകാരം കേൾക്കുമ്പോഴേ അയാൾ വാങ്ങാനുമാറി എന്ന് ഞങ്ങളിൽ ഒന്നിനെ മനസ്സിലാക്കി. എന്തോ മനസ്സിലാക്കി. എടാ, തിരിച്ചടിക്കുന്ന മാർഗം നമ്മുടെതല്ല, തിരിച്ചു പ്രതികരിക്കുന്ന മാർഗം നമ്മുടെതല്ല. നമ്മുടെ മാർഗമുണ്ട്, മുട്ടയിലിരിക്കുന്ന ആ മാർഗം. നീ വാർഡ് മെമ്പറിന്റെ പുറകെ പോകരുത്, MLA-യുടെ പുറകെ പോകരുത്, MP-യുടെ പുറകെ പോകരുത്, മന്ത്രിയുടെ പുറകെ പോകരുത്, തന്ത്രിയുടെ പുറകെ പോകരുത്, പ്രധാനമന്ത്രിയുടെ വിവാദത്തിന് കൊടുക്കണ്ട, മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ട, ജസ്റ്റിസിന് കൊടുക്കണ്ട. ദൈവമൊക്കെ ചെയ്യേണ്ടത് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ കേൾപ്പിച്ചല്ലോ, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ഒരുവനെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെയാണ് ഞാനും നീയും ഭജിക്കുന്നത്. ഉന്നവനും ഇത് ഉന്നവനും അവനിത് അത്യുന്നവൻ ആഗ്രഹിക്കും. യോബ് പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാതിക്കാൽ ഉയർത്തിയ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു ആരാധിച്ചു ആഗ്രഹിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസിനോട് പറയാ, നീ കേസിന് പോകരുത്, വടക്കുണ്ടാക്കാൻ പോകരുത്, വക്കീലിന്റെ കാശ് കൊണ്ട് കൊടുക്കരുത്, എംപിയുടെ പുറകെ പോകരുത്, MLA-യുടെ പുറകെ. അവരൊക്കെ പഠിക്കട്ടെ, അവരെ ഏൽപ്പിച്ച കാര്യം അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടി നിർവഹിക്കുന്നവൻ ദൈവമാണ്. സ്തോത്രം. രാജകുമാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചുകൊണ്ട് വരും. അവൻ ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്ന വീരന്മാരെയാ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെയാ, പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെയാ. നീ മുടങ്ങാൻ ഇരുന്നാൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികളെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് തിരിച്ചു പകരം ശകാരിക്കരുത്, തിരിച്ചു പ്രതികരിക്കരുത്. നീ മൗനമായിട്ട് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെതിരാകും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ആ വീരമാണെന്ന മധ്യ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം യുദ്ധമഹോവയ്ക്കുള്ളത്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നത് കേട്ട് ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അതിന് കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ച് കൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് ആത്മസഭയിലെ ദൈവദാസന്മാർ രണ്ടാം സെക്രട്ടറിയോട് പ്രാർത്ഥിച്ച് ഉരുവിട്ടപ്പോൾ ദൈവം ഇരുന്നിരുന്ന സകലെല്ലാം കുലുക്കി ജനത്തിന് ഭീതി വരുത്തി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കരത്തിന് വേണ്ടി ദൈവം അത്ഭുതം അനുഭവിക്കുന്നവരെ വിശ്വസിക്കുന്നവരും ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവം. യുദ്ധമഹോവയ്ക്കുള്ളതാ, യുദ്ധമഹോവയ്ക്കുള്ളതാ. നിനക്ക് വേണ്ടി ബാധിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇടപെടുന്ന ദൈവം. മോനെ, നിങ്ങൾ ആ മൊബൈലിനകത്ത് വെച്ചിട്ട് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് എന്തോ കുന്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊബൈലിനകത്ത് വെച്ചിട്ട് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഓ അനുഭവിക്കുന്നവരില്ലാത്ത ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന് 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 മഹത്വം. ഓ കൃപ, കൃപ. ഞാനൊന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വീരന്മാരുടെ എനിക്കായി പറഞ്ഞു വന്നു. യുദ്ധമുള്ളതാ ഭയങ്കരമായ ചീറ്റിൽ മതിലിനെ ആരംഭിക്കുമ്പോൾ എളിയവർക്ക് കഷ്ടത്തിൽ കോട്ടലും കൊടുങ്കാട്ടി ശരണമായി. ഓ ദൈവം നിനക്ക് വേണ്ടി
യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദൈവത്തെ ഭജിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ചരിത്രം പഠിക്കുന്നവർക്ക്, വേദപുസ്തക ചരിത്രം പഠിക്കുന്ന ചിലർക്ക് മനസ്സിലാകും. പ്രവാസകാലം കഴിഞ്ഞ് ഒരു മടങ്ങി വന്നു യെരൂശലേമിലേക്ക്. പ്രധാനമായിട്ട് രണ്ടുപേരുടെ നേതൃത്വത്തിൽ, സെരുബ്ബാബേലും എസ്രാനും. ആ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിയുക. പണിക്ക് അനുവാദം കോരശിന്റെ മനസ്സിനെ കൊടുത്ത് ദൈവം കൊടുത്തു. അതിന്റെ കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിച്ചു. പണി ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് കൊണ്ട് പണി നിർത്തിച്ചു. ആ ചരിത്രമൊന്നും പോയിട്ടില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഹഗായി പ്രവാചകനെയും സെഖറിയ പ്രവാചകനെയും ദൈവം എഴുന്നേൽപ്പിച്ചവരെ ധൈര്യപ്പെടുത്തി. ഹഗായി അല്പം കർക്കശമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പണിയെല്ലാം മുടങ്ങി കിടക്കുക, നിങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു, ദൈവത്തിന്റെ ആദരം ശൂന്യമായിട്ട് ഇതിനൊക്കൊന്ന് വേദനിക്കുമെന്നൊക്കെ ചോദിച്ചവരെ കർക്കശമായി പറഞ്ഞു. സെഖറിയ പ്രവചനം മയത്തിലാണ് പറഞ്ഞത്. സെഖറിയ പ്രവചനം പഠിക്കുമ്പോൾ 5 ദർശനം ദൈവം കൊടുത്തു. അതെല്ലാം ദൈവാലയത്തോട് ബന്ധപ്പെട്ടാണ്. അപ്പൊ യെരൂശലേമിന്റെ മതിലെല്ലാം ഇടിഞ്ഞു, തീ വെച്ചെല്ലാം ചുട്ടു. നെഹമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകത്തിന്റെ ചില ഭാഗവും ഈ ഹഗായി പ്രവചനവും ഒക്കെ പഠിക്കുമ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നെഹമ്യാവ് ആ മതിൽ പണിക്ക് നേതൃത്വം കൊടുത്തത്. ആലയത്തിന്റെ പണിക്ക് സെരുബ്ബാബേൽ നേതൃത്വം കൊടുത്തു. എന്നാൽ ആദ്യം ആലയം പണിതു, മതില് പണിതിട്ടില്ല. മതിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ സുരക്ഷിതത്തെ കാണിക്കുന്നതാണ്. ശത്രു അകത്തോട്ട് വരാതിരിക്കാൻ, ശത്രു വന്ന് കയറി അവഗണിക്കാതിരിക്കാൻ ആ മതില്. പക്ഷെ ഇപ്പൊ യെരൂശലേമിന് മതിലില്ല. ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചു. അപ്പൊ ജനത്തിനിടയിൽ ഒരു ചിന്ത, നമ്മൾ അതുകൊണ്ട് ആയുധം ധരിച്ച അവര് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പണി നടക്കുമ്പോ ചിലർക്കൊരു ചിന്ത, അയ്യോ മതിലില്ലാതാണ് നമ്മൾ പറയുന്നത്, ശത്രുക്കൾക്ക് ഏറെ സമയത്തിനകത്ത് കടന്നു വരാനും നമ്മോട് യുദ്ധം ചെയ്ത് നമ്മെ തകർക്കുവാനും സാധിക്കും. മതിലില്ലല്ലോ. ഇങ്ങനെ ഒരു ഭാരപ്പെട്ടവൻ ദൈവം ഒരു ദൂത് പറഞ്ഞു. ഞാൻ ഈ വചനത്തിലാണ് അറിയപ്പെടുന്നത്. ദൈവം ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് സെഖറിയാവിൽ കൂടി പറഞ്ഞ ദൂതാണ്. ഈ മതിലില്ലെന്നോർത്ത് നിങ്ങൾ പവരരുത്. വലിയ കല്ലും കട്ട അല്ലെ മെറ്റീരിയലായ വസ്തുതകൾ കൊണ്ട് പണിയുന്ന കൂറ്റൻ മതില് ഇല്ലെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഒരു വാക്യം വായിച്ച മോളെ, അറിവുള്ള വാക്യമാണ്, നമ്മളെപ്പോഴും പറയുന്ന വാക്യമാണ്. സെഖറിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. നമുക്കെല്ലാം പരിചിതമായ വാക്യമാണ്. ഒന്ന് വായിച്ചോ. സെഖറിയാവ് 2:5. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഒരു ശക്തിയോടെ വായിക്കട്ടെ, കാണിച്ചാണോ വായിക്കുന്നത്? എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. മതി. ഇപ്പോൾ അതില്ലെന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ പണി മുടക്കരുത്, ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. യെരൂശലേമിന്റെ മതില് ദാവീദിന്റെ കാലത്തൊക്കെ ഇത് പണിത് സുസജ്ജമാക്കി. 12 വാതിലുണ്ട്. മീൻവാതിലും, ആറ്റുവാതിലും, ഉറവവാതിലും, കുപ്പവാതിലും, കുതിരവാതിലും, കമ്മിക്കാരവാതിലും, കോൺവാതിലും, കിഴക്കേവാതിലും ഒക്കെയുള്ള വാതിലുകളായിട്ട് പണിത് സുസജ്ജമാക്കിയ മതിലും അതിന്റെ വാതിലും കൊണ്ട് ഇപ്പൊ അതൊന്നുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. പക്ഷെ മതിലില്ലെന്നോർത്ത് നിങ്ങൾ ചഞ്ചലിക്കരുത്. സെഖറിയാവിൽ കൂടി പ്രവചനം പറയുക, ഞാനതിന് ചുറ്റും തീമതിലായിരിക്കും. നിനക്ക് ചുറ്റും ദൈവം തീമതില, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവം തീമതില, സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതില. Praise the Lord. Praise the Lord. ഞാൻ ഒരു സാക്ഷ്യം പറയാം. അമ്പലത്തിലെ ആന മതവളഞ്ഞു ഓടി. അകത്ത് പെന്തിക്കോസ്തുകാർ കുറച്ചു പേരുള്ളൂ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞ ആന മതം പൊട്ടി ഓടിക്കോളാൻ എല്ലാവരും. സഹചരണം ചാടപാടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആന നേരെ ഓടി ആ സഭാകുളന്റെ അവിടോട്ടാ വന്നേ. അവിടെ നിന്ന് സ്തോത്രം. അതാ തീമതിലായിട്ട് ദൈവം നിൽക്കും. ഇതിപ്പോ പറഞ്ഞ പെന്തിക്കോസുകാർ തന്നെ വിശ്വസിക്കുകയല്ല. പിന്നെ അല്ല, നിന്റെ മോന്ത കാണോ പറയാ. പക്ഷെ അനുഭവിച്ചവരുണ്ട്, കേട്ടിട്ടുണ്ട്. വണ്ടമേടി ചാക്കോച്ചാനെ പറ്റി സമിച്ചാനും പഴയ ആൾക്കാർക്ക് അറിയാം. ആന വന്ന് അദ്ദേഹം കിടന്ന് വീട്ടിലെ തുമ്പിക്കൈ അകത്തോട്ട് ഇങ്ങനെ പതിയാനാണെന്നാ പറഞ്ഞുള്ള അറിവാ. പുള്ളി അല്ലേറിയാണ് അവിടെ കിടന്ന് പറഞ്ഞു. ആന ഒരൊറ്റ ഓട്ടം ഓടിട്ട് കൊച്ചറ ചെന്നാണ് കേട്ടിട്ടുണ്ട്. കുഞ്ചമണ്ണിൽ മാമനുപദേശി നടന്നു പോയപ്പോൾ 2 വർഷവും കയ്യാല, കോട്ടയം ഭാഷയാ കയ്യാല, വലിയ മതിൽ പോലെ, മതിലല്ല കയ്യാല, നടുക്കൂടെ പോവുക. കുറെ ദൂരം ചെന്നപ്പം വെട്ടുപോത്ത് നിൽക്കുന്നത്. അങ്ങോട്ട് ചെന്നാൽ കുത്തും, തിരിച്ചോടിയ പോത്തും പുറകെ. കുഞ്ചമണ്ണിൽ മാമനുപദേശി പറഞ്ഞെന്നാ പറഞ്ഞ, കർത്താവ് പോത്ത് നിന്റെ വക, മാമന് നിന്റെ വക, നീ എന്നെ രക്ഷിക്കണം. പഴമക്കാര് പറഞ്ഞുള്ള അറിവാ. പോത്ത് തിരിച്ചു നടന്നു, മാമൻ പുറകെ. ദൈവം നിനക്ക് തീമതിലാക്കില്ല. സ്തോത്രം 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 സ്തോത്രം. ഒരു പട്ടാളമായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചുറ്റും നിൽക്കും. ഒരു തീമതിലായി ദൈവം നിനക്ക് ചുറ്റും നിൽക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾ തൊടുന്നവൻ ആ കർത്താവിന്റെ കൃഷ്ണവനിയെ തൊടുക. നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്ക് തീമതിലായിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തോട്ടു തീട്ടുമ്പോ ശത്രു തന്നൂടെ മാറി പോലെ തോടും ശക്തി ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിന്ന് പോകും. ഓടിച്ചവസാനിപ്പിക്കാൻ ദൈവത്തിന്റെ മഹത്വം. ആ ഭാഗമെല്ലാം വിടുക. എബ്രായലേഖനത്തിലെ പ്രതിവാക്യ വിഷയം അവൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഇവരിതെല്ലാം വിട്ടതിന് ശേഷം യേശുവിന്റെ പുറകെ വന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഉപേക്ഷിച്ചതും വർദ്ധിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ അബദ്ധമായോ, ഉപേക്ഷിച്ചതേ ഈ വിട്ടേച്ച് പോകുന്നതെല്ലാം മണ്ടത്തരമായോ അബദ്ധമായോ പ്രോക്ഷതമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് ക്ഷീണിച്ചു, തളർന്നു. ആ തളർന്നും ക്ഷീണിച്ചത് 2 വാക്യം കൊണ്ടാണ് സാധാരണ തെളിയിക്കുന്നത്. ഒത്തിരി വാക്യമുണ്ട്. 6-12 ക്ഷീണിച്ച് തളർന്നുള്ളതിന് തെളിവ്. 6-12 പെട്ടെന്ന് വായിച്ചു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അപ്പൊ ക്ഷീണിച്ചു, മന്ദത. ഇനി 12 തളർന്ന കാര്യം ക്ഷീണിച്ചു തെളിഞ്ഞു. 5-12 വായിക്കുന്നത് കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശകന്മാരായിട്ട് ഇരിക്കേണ്ടവരുവാ. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കട്ടിയായിട്ട് ഒന്നും തന്ന ഏകില്ല. അത് പോട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ കാലമൊക്കെ കുറെ കഴിഞ്ഞെങ്കിൽ ഇവർ ക്ഷീണിച്ചു പോയി, തളർന്നു. ആരംഭ സമയത്ത് ഇവര് തീക്ഷണയോടെ നിന്നവരുമാണ്. ആരംഭ സമയത്ത് ആ തീക്ഷണക്കുള്ള വിശേഷപ്പെട്ട വാക്യമാണ് നമ്മൾ കുർവാക്യത്തിൽ വായിച്ചല്ലോ, 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, പ്രകാശനം യേശുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചു. അവരെ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു നിങ്ങൾ നേരത്തെ. പൂർവ്വകാലം അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒത്തിരി കഷ്ടം സഹിച്ച് നിന്നവരാ.
പോരാട്ടം സഹിച്ചവരാ, ധീരതയോടെ നിന്നവരാ, ഈ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയവരാ, പോരാടിയവരാ. മാത്രമല്ല 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവിടുത്തെ നാമത്തോട് കാണിച്ച സ്നേഹം അത് മറന്നിട്ടുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ കർത്താവിന്റെ പേരിക്ക് ജോലി കൊടുത്തവരും കഴുത്ത് വെച്ച് കൊടുത്തവരും തീഷ്ണതയോടെ നിന്നവരും പോരാട്ടം സഹിച്ചവരും കഷ്ടം സഹിച്ചവരും അപമാനം നിന്നയൊക്കെ സഹിച്ചവര് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇവര് ക്ഷീണിച്ചു. അതാ തളർന്ന കഴിഞ്ഞും കുഴഞ്ഞ മുഴങ്കാലും മാത്രമല്ല മന്മത. അപ്പൊ ഇങ്ങനെ മന്ദീഭവിച്ച് ക്ഷീണിച്ചവരെ ഉറപ്പിച്ച് ബലപ്പെടുത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം, ഉപേക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്. ഏറെ നല്ല കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും അങ്ങനെ പറഞ്ഞു 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വായിച്ചോ. 10-ന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് ജീവനുള്ള മുതലടിയാൽ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന്റെ ഒരു മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ ദുർബലസാക്ഷി നീക്കമായ ഹൃദയങ്ങളിൽ തളയ്ക്കപ്പെട്ടവരെ ശുദ്ധമല്ലാത്ത ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലണം. അവ ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്തു വരണം. അടുത്തു വരാൻ ഇവരെ വിളിക്കുക, ആഹ്വാനം കൊടുക്കുക. അടുത്തുവാന്ന് പറയാൻ കാരണം ഇപ്പൊ ഇവരെ അകന്നിരിക്കുന്നത് കൊണ്ടല്ലേ അടുത്തുവാന്ന് പറയാം. ഉറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ആരോ ഒരാള് ഉറങ്ങി, ഞാൻ കണ്ടു. അപ്പൊ അടുത്തുവാ എന്ന് പറയാൻ കാര്യം അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അകന്ന് പോകാൻ കാര്യം ആ കണ്ണിനെ കിട്ടുന്ന 3 കാര്യം അകന്ന് പോകാൻ. 1, നല്ല ഹൃദയമില്ല. 2, ദുർമനസാക്ഷി. സ്തോത്രം. നല്ല ഹൃദയവുമില്ല, ദുർമനസാക്ഷി, ശുദ്ധ ഹൃദയമില്ല. അതുകൊണ്ട് അകന്നു പോയത് എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. അങ്ങനെ അകന്നു പോയിട്ട് പറയാം അടുത്തുവാ. നിങ്ങൾ അകന്ന് നിൽക്കാനും മാറി നിൽക്കാനും ഇങ്ങോട്ട് അടുത്തുവാ. അടുത്തു വരാൻ ഇവരെ വിളിക്കുമ്പോൾ 2-3 കാര്യം ചൂണ്ടിക്കാണിലേക്ക് അങ്ങോട്ട് വിളിക്കുന്നത്. 1, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തുവാ. പഴയ വഴി വെട്ടിത്തിളച്ചതല്ല, പാരമ്പര്യത്തിന്റെ വഴിയല്ല, ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഒന്നും വഴിയല്ല. ഈ വഴി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയാ. അത് ഉൾക്കൊടുത്ത് വീയക്കട്ടയിൽ ചൂണ്ടനെ കൂടെ കൂട്ടുകെട്ടിയ കുതിരകളുടെ തോല് 4 കീറി കെട്ടിയ ആ ചാട്ടകാലം കൊണ്ട് കടോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളുകൾ അടിച്ച് ചാട്ട പറയുമ്പോൾ പച്ചമാംസം പറഞ്ഞ് കിടന്ന് ആ പ്രബലനെ കൊണ്ടു കയറി സങ്കീർത്തനക്കാരെ പാടി മുതൽ ഉടമയാള് പോലെ നീളത്തെ കീറി ഓരോ അടിക്കും. ഇത് ചാട്ട പറയുമ്പോൾ മാംസം പറഞ്ഞ് കിടന്ന് അത് കീറി ഒരു പുത്തൻ വഴി എനിക്ക് നിങ്ങൾക്ക് ഒരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി നീ അടച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്, അനുവദം പറഞ്ഞു നിൽക്കാതെ ധൈര്യത്തോട് ഇന്ന് രാത്രി അടുത്തു പോവാ. നിന്നെ സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. 3 കാര്യം കാണിച്ചവരെ വിളിക്കാം. 1, ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു അടിയേറ്റത്. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു രക്തം ചിന്തിയത്. സുഹൃത്തെ, നിനക്ക് വേണ്ടിയാ യേശു പങ്കപ്പാട് ശ്രമിച്ചത്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കി അനുതാപ ഹൃദയത്തോടെ യേശുവേ നീ എനിക്ക് വേണ്ടി പങ്കപ്പാട് ശ്രമിച്ചു, യേശുവേ നീ എനിക്ക് വേണ്ടി കഷ്ടം ശ്രമിച്ചു, യേശുവേ നീ എനിക്ക് വേണ്ടി രക്തം ചിന്തി, യേശുവേ നിന്റെ മുതുക ഉടിഞ്ഞവാലുപോലെ എനിക്ക് വേണ്ടി കീഴപ്പെട്ടു. ഒരു പുത്തൻ വഴി ഒരുക്കിയതിനാൽ നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ധൈര്യത്തോടെ നീ അടുത്തു വാ. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷ. 3 കാര്യം കാണിച്ചാൽ ഇവരെ അടുത്ത് വിളിക്കും. 1, ദേഹമെന്ന തിരശ്ശീല ചിന്തി പുത്തൻ വഴി ഒരുക്കി. 2, ഇവിടെ എന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനാണ്. നിനക്ക് വേണ്ടി ആരിലൂടെ വാദിക്കാനില്ലെങ്കിൽ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതിൽ തന്നെ പക്ഷപാതം ചെയ്യുന്ന പക്ഷപാതം ചെയ്യുന്ന Jesus.
രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനാണ്. മൂന്ന്, ഹൃദയങ്ങളിൽ തളിക്കുവാൻ പരിശുദ്ധ രക്തം ഇവിടുണ്ട്. യേശുവിന്റെ പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, വിലയേറിയ രക്തം, സൗഖ്യമാകുന്ന രക്തം, മഹത്വമുള്ള രക്തം, ആട്ടുകൊറ്റന്മാരുടെ ഞാടക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടവർ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന്റെ തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ആ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം, ഇത് വിലയേറിയ രക്തം. ഈ രക്തത്തിന്റെ വിശേഷത രോഗശാന്തി തരുന്ന രക്തം, ഈ രക്തം പാപമോചിക്കുന്ന രക്തം, ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തം. ആ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തം. സാക്ഷിവചനത്താലും കുഞ്ഞാലിന്റെ രക്തത്താലും ജയമെടുത്തുന്ന ഈ രക്തം ജയം തരുന്ന രക്തമാണ്. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടിമുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കിടക്കുന്നതിന്റെ ആത്മഹത്യയും മദ്യപാനവും ലഹരി പദാർത്ഥം പരിഹാരമല്ല, പരിഹാരം യേശുവിനുണ്ട്, യേശുവിന്റെ രക്തത്തിലുണ്ട്. ഇന്ന് രാത്രി ഏറ്റുപറ, എന്റെ യേശുവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകി, അവിടുത്തെ രക്തത്തിന്റെ ശക്തിയാൽ എന്റെ പരാജയത്തെ മാറ്റി തന്ന് എന്റെ ഉള്ളത്തിലേക്ക് എടുക്കേണ്ടി വരണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. അവരെ ഇന്ന് രാത്രി രക്ഷിക്കുവാൻ വല്ലവത്തമുള്ള കഴിവുള്ള നസ്രായിലൂടെ വന്നിട്ടുണ്ട്. ആ യേശുവിന്റെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. മൂന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഇവരെ അടുത്ത് വിളിച്ചത് ദൈവത്തിന്റെ മഹത്വം. ഒന്ന്, ഒരു പുത്രൻ വഴി ഒരുക്കി. രണ്ട്, പക്ഷപാതം ചെയ്ത ഒരു സ്വർഗത്തിലുണ്ട്. മൂന്ന്, പരിശുദ്ധ രക്തമുണ്ട്. അടുത്തുവാ. പിന്നെ അടുത്ത വഴുത്തോട് പറഞ്ഞ് രണ്ട് വിധത്തിലെ ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണമോ ബാഹ്യ ശുദ്ധീകരണമോ. ആന്തരിക ശുദ്ധീകരണം ആ ഹൃദയങ്ങളിൽ തളിക്കണം. എന്തുവാ? രക്തം. ഹൃദയത്തിനകത്ത് ആ മുച്ചിന്തയും പാകയും പിണക്കോ സകല മൂലാമാലയും ഇതിനകത്ത് ഇതെല്ലാം വെച്ചുകൊണ്ട് അബ്ദോമി വിറ്ററിയും നമ്മൾ ഈ അക്കോടിയമായി പോലിരിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? അമ്മായിയും മരുമകളോട് വേണ്ടിയിട്ട് എത്ര കൊല്ലമായി തള്ളയെ മിണ്ടുക. ചേരുത്തി അനിയത്തി ചേട്ടൻ വാങ്ങിയാലും ഒരു സമയത്താകുന്ന കൈ കൊടുത്തിട്ട് എത്ര നാളായി? കർത്തവേശ്വരൻ നീ എലി വശം തിന്നു പോലും തിന്നുകയല്ലേ? അടുത്തിരിക്കുന്നതോട് നീ മിണ്ടുന്നുണ്ടോ? അങ്ങനെ മിണ്ടാതെ നീ എടുത്ത ഇത് വെടിമരുന്ന് നിന്റെ അകത്തോട്ട് ചെന്നില്ല. അകത്ത് കിടന്ന് പൊട്ടി നിന്നെ സ്തോത്രം ഉപ്പാപ്പക്കളിയല്ല. നീ അയൽക്കാരന് വേണ്ടിയിട്ട് എത്ര നാളായി? സഹോദരനോട് വേണ്ടിയിട്ട് എത്ര നാളായി? ഒരു സമയപ്പെടുന്നവർക്ക് കൈ കൊടുത്തിട്ട് എത്ര നാളായി? അത് മുഴുവൻ അങ്ങ് ലാസ്റ്റ് തീരുമ്പോൾ ഇവിടെ വന്ന് മുഴുവൻ അങ്ങ് കുടിക്കുക. ഉപദേശിക്കാനാണെങ്കിൽ എനിക്കത് കൊടുക്കത്തുമില്ല. ഇച്ചിരി ഇങ്ങനെ വെച്ചിട്ടൊക്കെ അന്ന് ചിതിങ്ങൾ ചുറ്റും നിന്ന് ഞാനൊരാളോട് പറഞ്ഞത് മുഴുവൻ അങ്ങ് കുടിക്കുകയാണ്, അവർക്ക് കൂടെ കൊടുക്കാണ്. പുള്ളി എന്ത് ചെയ്താൽ കൊടുക്കുകയല്ല. എന്നിട്ട് പുള്ളി അത് യാറോ കൊടുത്ത് എന്തോടെ അക്കമാണ്. ഇത് വളരെ ഭക്തിയോടെ ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. അകത്തിൽ ഇതെല്ലാം കളയണം. പകയും പിണക്കവും ഇതെല്ലാം കളയണം. ആ ഹൃദയത്തിൽ തളിക്കണം യേശുവിന്റെ രക്തം. അത് ആന്തരിക ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണത്തിന് മാറ്റമുണ്ട്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണമെന്ന ശുദ്ധവെള്ളം നമ്മുടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം. അതവിടെ ശുദ്ധവെള്ളം. അതിന് പഴയ പാട്ടുപാടെന്ന് മനസ്സിലാകും. പാടണ്ട, ഞാൻ പാടാം. ഞാൻ പാടുക പറയില്ല. ആ വരി ഇങ്ങനെ പോഷിപ്പിക്കാം അടുത്ത നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം. തോയം വെള്ളം, സലിലം, ജലം, തോയം, ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായമാണ്. നിർമ്മല തോയം, ശുദ്ധവെള്ളം. അവിടെ വായിക്കുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. വേറെ വേണം. ആ പെന്തിക്കോസ്തുകാരുടെ ശുദ്ധവെള്ളത്താൽ എന്റെ അമ്മന്മാരെല്ലാം ഊരണം. ആ പൊട്ട, ചാന്ത, കൺമഷി, പിരിയം അടിക്കുന്നത്, പിരിയം എടുക്കുന്നത് ഇങ്ങനെ പെന്തിക്കോസ്തുകാരുടെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ മുൾകാന് കുന്തം കോടാൻ അടിക്കലിയുടെ താഴെ ഇച്ചിരി ഉമിക്കിരിക്കും പോലെ അടിക്കലിക്ക് താഴെ ഉമിക്കിരി. മനസ്സിലാകുന്നില്ല. പെന്തിക്കോസ്തുകാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിന്നോടായി പറയാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ തിരുമേശ എടുക്കുന്ന നിന്നോടായി പറയാൻ. മറ്റുള്ളവരവിടെ നിൽക്കട്ടെ.
ഞായറാഴ്ച തുള്ളാൻ പറ്റില്ല, തുമ്പി തുള്ളും പോലെ. നിങ്ങളോടാ പറയാം. ഭാഗ്യ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ. ഭാഗ്യ ശുദ്ധീകരണം, നഗരത്തിലൊന്നും അടിക്കരുത്. കാലം എന്താണ് വെച്ചിരുന്ന കുടിനകമാണ്. 20 പേരിലേലും കുടിനകമാണ്. അവന് വല്ലാത്ത കുടിനകമാണ്. 20 പേരിലേലും ഗാഡീസമായ ശ്വാസം വിടുന്നത്, ശ്വാസം. ഞാൻ നിർത്തട്ടെ അമ്മയെ, നിർത്തട്ടെ അമ്മ, പ്രസംഗം നിർത്തട്ടെ. സ്തോത്രം. ഭാഗ്യശുദ്ധീകരണമേ, ഇത് അത്യാവശ്യമാണ്. അകവും പുറവും ഒരുപോലെ വെടിപ്പാകണം. രണ്ട് ദൈവത്തിന് ഇഷ്ടമാണ്. അതാണ് 10-ാം അധ്യായത്തിൽ കൊടുക്കുന്നത്. ഹൃദയങ്ങളിൽ തളിക്കണം യേശുവിന്റെ രക്തം. അകത്തിരിക്കുന്ന മലിനതകൾ മുഴുവൻ മാറണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. സങ്കീർത്തനക്കാരൻ പാടി, എന്റെ ഹൃദയം ശുഭവചനത കവിയുന്നു. എന്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാമസമർത്ഥനായ ലേഖകന്റെ ഹൃദയം ശുഭവചനത കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. ഈ ഉച്ചത്തെ പകൽ, കോപം, ക്രോധം ഇതെല്ലാം കളഞ്ഞേച്ച് ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. എനിക്ക് 10 മണി വരെ പ്രസംഗിക്കാൻ തോന്നുന്നു. ഇല്ല, നിർത്തില്ല. സ്തോത്രം. അകം വചനം കൊണ്ട് നിറയണം. സ്തോത്രം. പുറത്തെ ശുദ്ധീകരണം. രണ്ടും ദൈവം ഇഷ്ടപ്പെടുക. എന്നിട്ട് ഇവരുടെ 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 3 കാലം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. എല്ലാം എടുക്കുന്നില്ല. പൂർവ്വകാലം ഓർക്കണം, പഴയതൊന്നും മറക്കരുത്. ഒരു കണ്ണിന് പോലും നേരോണാതെ എല്ലാവരും വെറുക്കപ്പെട്ട് ആത്മഹത്യക്ക് നാട് വിടാനും, റെയിൽവേ പാളത്തിൽ തലവെക്കാനും, അവൻ വിഷം കഴിക്കാനും, കഞ്ഞിക്കകത്ത് വിഷം കഴിച്ച് കൊച്ചുങ്ങൾക്കും കൊടുത്ത് അവൻ നശിച്ചു പോകാൻ നീ പദ്ധതി കിട്ടതാ, അല്ലെ അങ്ങനെ ഭൂമിച്ചാകാൻ പദ്ധതി കിട്ടതാ. എന്നാൽ ആ സമയത്താണ് യേശു നിന്നെ രക്ഷിച്ചത്. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയതാ, ക്യാൻസർ ബാധ നീ കിടന്നതാ, അവന് ട്യൂമർ വന്നതാ, അവൻ വളരെ വലിയ രോഗപീഠങ്ങൾ വന്നതാ, എല്ലാവരും നിന്നെ കൈവിട്ടതാ. അതിൽ നിന്ന് യേശു നിന്നെ സൗഖ്യമാക്കി, യേശു നിന്നെ വിടുവിച്ചു. നിന്റെ പാപത്തിന്റെ അധീനതകളിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. അതൊന്നും മറന്നു പോകരുത്. ഒന്നും മറന്നു പോകരുത്. ആ പൂർവ്വകാലമൊക്കെ ഓർത്തോണം കേട്ടോ. ഇപ്പൊ വർത്തമാനകാലം എങ്ങനെയാ? അതൊക്കെ ഓർക്കണം. പ്രാർത്ഥനയുണ്ടോ, പാട്ടുണ്ടോ, ഉപവാസമുണ്ടോ, ജാഗരണ പ്രാർത്ഥനയുണ്ടോ, സ്വോത്ര പ്രാർത്ഥനയുണ്ടോ, വചനധ്യാനമുണ്ടോ, ഉപവാസമുണ്ടോ? ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാ. ആ പഴയ കൃപയും പഴവും തീക്ഷണതയൊക്കെ ഉണ്ടോ? ഇല്ലേലും വന്നിരിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് വർത്തമാനകാലമൊന്നും അറിയുന്നത് നല്ലതാ. കർത്താവ് തൊട്ട് ഇപ്പൊ പിടിച്ചതല്ലോ, 80 പിടിച്ചതിന്റെ കാര്യത്തിലോ അത് വാട്സപ്പിൽ ഇട്ട് എല്ലാവരും കാണിക്കുകയല്ല. 80 പിടിച്ചത് മീനാണ്. അതല്ല ഇപ്പൊ വിളിച്ചത്. വർത്തമാനകാലം വിവരിക്കുന്നില്ല, നിർത്തുക. 3 ഭാവികാലം. എന്തുവാ ഭാവികാലം? സദൃശവാക്യത്തിൽ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒരു പദമുണ്ട്, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരിച്ചു. നമ്മുടെ ഭാവികാലം എന്നാ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളതല്ലേ? തിരുസഭയെ ചേർക്കാൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ സ്വർഗത്തിലേക്ക് പോയി യേശു ക്രിസ്തു അധികം താമസിക്കാതെ തിരിച്ചു വരും. ആരെ ചേർക്കാനായി? എല്ലാവരെയും ചേർക്കാനല്ല. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്, അല്ലെങ്കിൽ ആത്മസ്നാനം, പ്രയോഗമൊക്കെ കയറി കാണിക്കും. അതുകൊണ്ടാണ് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശയെടുത്ത് കർക്കശമായി വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ജീവിക്കുന്ന കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും തകർന്നു പോകരുത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഒക്കെ അവിടങ്ങളിൽ കേൾക്കുക.
കള്ള ക്രിസ്തുക്കളും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യും. ആക്ഷേപവും നിന്നെ അപമാനവും ഒക്കെ അവൻ സഹിക്കേണ്ടി വരും. അവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ദൈവത്തിന് സ്വന്തം മഹാവ്യാധികളും തീരാവ്യാധികളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഒക്കെ ഉണ്ടാകും. രാജ്യത്തോടും ജാതിയോടൊക്കെ നിനക്ക് ഇതോ വലിയ ആരംഭമാണ്. ഇതൊക്കെ കാണുമ്പോൾ തലകൾ ഉയർത്തിക്കോണം. അവൻ നിവർന്നു നിന്നോണം. ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് യേശു ക്രിസ്തു നാമം കൂടാതെ വീട്ടിലും രണ്ടാമതും പ്രത്യക്ഷനാകും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ പ്രത്യാശ. പത്രോസ് പറയുക, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമയോടെ വിധിക്കുകയാ. ആ ലേഖനത്തിന് തിരുവനന്തപുരത്ത് നിങ്ങൾക്കെല്ലാം മനപാഠമാ ചേർന്ന് പറ. കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ ആലയത്തോടൊക്കെ സ്വർഗത്തിൽ നിറഞ്ഞു വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരാന്റെ ഉയർന്ന ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. അവൻ സ്വന്തം ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുക. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ അവർ രൂപാന്തരപ്പെടും. കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. ഒരു ലേഖനത്തിലെ വാക്ക് നമുക്കെല്ലാം മനപാഠമാണ്. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന് വേദന ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എന്ന് തടിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റ് വല്ലതിന്റെയോ മണികളത്തിൽ ദൈവമോ ഓരോ നടന്നതിന് ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം തേറെ, കന്നുകാലികളുടെ മാംസം തേറെ, മത്സ്യങ്ങളുടെ മാംസം തേറെ, മൃഗങ്ങളുടെ മാംസം തേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ താരസ് പോലെ, സ്വർഗീയ ശരീരത്തിന്റെ താരസ് പോലെ, സൂര്യന്റെ താരസ് പോലെ, ചന്ദ്രന്റെ താരസ് പോലെ, നക്ഷത്രങ്ങളുടെ താരസ് പോലെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനം അവണ്ണം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ. എന്റെ വാക്കിനെ നിർത്തുക. പൗലോസ് ഒടുവിൽ പറയുക, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കൊള്ളില്ലാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വരുത്തവൻ ഞാൻ അറിഞ്ഞ് കർത്താവിന്റെ വേളയിൽ വർദ്ധിച്ചു വരുക. ഓ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരമുയർത്ത് ദൈവത്തിന് മഹത്വപ്പെടുക. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടാം. അങ്ങനെ സമയം ഇപ്പൊ തന്നെ അല്പം അതിക്രമിച്ചു. 2 ചരണം പാടിയാ മതി. ഇടയ്ക്കിടയ്ക്ക് പാട്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ട് ചരണം പാടിയാ മതി. കൈയൊന്ന് അടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിക്കാം. ഹല്ലേലൂയ. മാലിന്യപ്പെട്ടിടാനോടിയിടുക മണ്ണാപാറൻ വരാൻ വെച്ച മണ്ണുപോലി. ഇതുവരെ എന്നെ കേട്ടിരുന്ന നിങ്ങളോട് നന്ദി പറയുന്നു. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇറങ്ങി പോകരുത്. 9:30 9:30 നിർത്തി എഴുന്നേറ്റ് നിന്ന് ഒക്കെന്തെങ്കിലും ആക്കം ഉണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിക്ക് എഴുന്നേറ്റ് തീരെ പരിമകളുള്ളവർ എഴുന്നേക്കണ്ട. അല്ലാത്തവർ എഴുന്നേറ്റ് ആ കൈ ഒക്കെന്തെങ്കിലും 2 കൈ വന്ന് വീശി ദൈവത്തെ അല്പസമയം